നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്. മങ്കൂസ് മൗലിദിലുള്ള വരിയാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദുൻ ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ. നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. മുത്തുനബി ദോഷം പൊറുത്താൽ അത് അല്ലാഹ് പൊറുത്തു, അല്ലാഹ് പൊറുത്താൽ മുത്തുനബി പൊറുത്തു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇതുകൊണ്ടാ നബി തങ്ങളോട് ചോദിക്കുന്നത് നേരിട്ടുകൊണ്ട്. ഉസ്താദേ, അവിടെ നിങ്ങൾ ഇന്ന് ഓതിയില്ലേ മങ്കൂസ് മൗലൂദ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപമാകുന്ന വാഹനത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ അവിടുന്ന് പുറത്തു തരണേ. ഇത് തെറ്റല്ലേ ഉസ്താദേ? ഇത് തെറ്റല്ലേ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്? ഇത് തെറ്റല്ലേ മുത്തവല്ലി? ഇത് തെറ്റല്ലേ മുഅ്മിനീങ്ങളെ? എന്തുകൊണ്ട് തെറ്റല്ലേ? പാപം പൊറുക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടല്ലേ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, എന്ത്? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്? നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി, നമ്മൾ പറഞ്ഞു പോണ വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തിരണേ. മുഹമ്മദ് നബി പോലും റബ്ബിനോട് 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. മുഹമ്മദ് നബി പോലും ദിനേന 70 തവണ റബ്ബിനോട് പാപമോചനം തേടിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നമ്മൾ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫയുടെ മാർഗം വിട്ടിട്ട് നേർക്ക് നേരെ മുഹമ്മദ് നബിയോട് പാപമോചനം തേടുക? എന്റെ ദോഷം പൊറുക്കണം നബിയേ. ഇത് ശരിയല്ലല്ലോ ഉസ്താദേ.